ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെശയ്യായുടെ പുസ്തകം 53 അധ്യായം 5 തിരുവാക്യം. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ പാപിയായിരിക്കെ നമ്മുടെ സർവ്വ പാപങ്ങളും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അതിന് ശിക്ഷ ആ ശരീരത്തിൽ പൂർണ്ണമായിട്ട് വഹിച്ചുകൊണ്ട് അതിക്രൂരമായി പിടിപ്പിപ്പെട്ട് കാൽവരി കുരിശിൽ അവിടുന്ന് ബലിയായിത്തീർന്നു. അവിടുത്തെ ബലിയിലൂടെ നമ്മൾക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്ത നിത്യജീവൻ അവിടുന്ന് പ്രദാനം ചെയ്യുന്നു. നമ്മളിന്ന് ദൈവരാജ്യത്തിന് അവകാശികളായി മാറിയിരിക്കുന്നു. അതിനാൽ ദൈവത്തെ നന്ദി പറയാം. ഈ തിരുവചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഓരോ നിമിഷവും അവിടുന്ന് നൽകിയ ഈ വലിയ ദാനത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം പാപത്തിൻ്റെ ചെളിയിൽ പതിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അവിടുത്തെ തിരുമുറോട് ചേർത്ത് വയ്ക്കുക. അവർക്കും വലിയ രക്ഷ ലഭിക്കുവാനായിട്ട്, അവർ ദൈവത്തിൻ്റെ മക്കളായി തീരുവാനായിട്ട്, അവർക്ക് പാപപൂർത്തി ലഭിച്ച് വിശുദ്ധരായി തീരുവാനായിട്ട് നമുക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദികളെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ.